Dzień dobry guys, നമുക്ക് പ്ലം കേക്ക് ഉണ്ടാക്കിയാലോ. അതിന് നമുക്ക് ആദ്യം ഒരു പാൻ എടുത്തിട്ട് ഒരു ഹാഫ് കപ്പ് ഓഫ് ഷുഗർ ആഡ് ചെയ്യുക. ഞാനിവിടെ ബ്രൗൺ ഷുഗറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് ചെയ്യുമ്പോൾ എപ്പോഴും ഫ്ലെയിം ശ്രദ്ധിക്കുക, അത് എപ്പോഴും ലോ ആയി ഇരിക്കാൻ നോക്കുക. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക, അതല്ലെങ്കിൽ അതിൻ്റെ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. വിത്തിൻ ഒരു 5 മിനിറ്റ്സ് നമുക്ക് ഇങ്ങനെ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടും. അതിനുശേഷം നേരത്തെ നമ്മൾ എടുത്ത കപ്പിൻ്റെ കൺസിസ്റ്റൻസിയിൽ തന്നെ ഇത്തിരി ഹോട്ട് വാട്ടർ എടുത്ത് വെക്കുക, സെയിം മെഷർമെൻറ്റിൽ. ശരിക്കും ഇത് കാരമൽ സിറപ്പ് ഉണ്ടാക്കുന്ന പ്രൊസീജിയർ പോലെ തന്നെയാണ്, പക്ഷെ കാരമലൈസ് ചെയ്യുന്ന പ്രൊസീജിയറിൻ്റെ അടുത്ത സ്റ്റേജാണ് ഇത്. ഈ സ്റ്റേജിന് നമ്മൾ ബ്ലാക്ക് ജാക്ക് എന്ന് പറയും. ഇത്തിരി ഒരു ബിറ്റർ ടേസ്റ്റ് ഉണ്ടാവും ഇതിന്, അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ഹോട്ട് വാട്ടർ ആഡ് ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അത് നമുക്ക് ഹാർംഫുള്ളായിട്ട് മാറും. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. അടിയിൽ നന്നായിട്ട് കട്ട പിടിച്ച പോലെ തോന്നും, പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കുമ്പോൾ നമുക്കത് ലിക്വിഡായിട്ട് മാറും കേട്ടോ. എല്ലാ ഭാഗത്തും ഇളക്കി ഒരേപോലെ യോജിച്ചതിന് ശേഷം പതുക്കെ ഫ്ലെയിം ഓൺ ആക്കുക. എന്നിട്ട് ഒന്നും കൂടി തിളപ്പിച്ചതിന് ശേഷം മാറ്റി വയ്ക്കുക. അതിനുശേഷം ഒരു ബോൾ എടുക്കുക, അതിലോട്ട് 2 കപ്പ് മൈദ ആഡ് ചെയ്യുക. ശേഷം സ്പൈസസും ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡറും ആഡ് ചെയ്യുക. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടത് മാറ്റി വെക്കുക. എന്നിട്ടൊരു ബോൾ എടുത്തിട്ട് ബട്ടർ ആഡ് ചെയ്യുക. ബട്ടർ നന്നായിട്ട് ബ്ലെൻഡർ വെച്ചിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ഷുഗർ പൗഡർ ആഡ് ചെയ്യുക. നന്നായി യോജിപ്പിക്കുക. അതിനുശേഷം ഞാനിവിടെ 6 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. അത് ഓരോന്ന് വീതം നമ്മൾ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ടു ടീസ്പൂൺ വാനില എസൻസ് ഒഴിക്കുക. ഞാനിതിവിടെ 2 കിലോൻ്റെ പ്ലം കേക്കാണ് ഉണ്ടാക്കുന്നത്. എന്നിട്ട് നമ്മൾ സോക്ക് ചെയ്ത് വെച്ച ഡ്രൈ ഫ്രൂട്ട്സ് എടുക്കുക. അതൊരു സ്ട്രെയിനർ ഉപയോഗിച്ച് പകർത്തുക. നമ്മൾ മൈദ ഫ്ലോർ എടുത്ത അതേ മെഷർമെൻറ്റ് കപ്പ് ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് മെഷർ ചെയ്യാനും.
ഇതിപ്പോൾ 3 കപ്പുണ്ട്. അതിനുശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മൈദയുടെ മിക്സ് കുറേശ്ശെ ആഡ് ചെയ്ത് കൊടുത്ത് ഇളക്കി കൊടുക്കുക. മുഴുവനായിട്ടും വേണ്ട, അതിൻ്റെ പകുതി പ്രപ്പോർഷൻ എടുത്തിട്ട് വേണം നമ്മൾ ഇതേപോലെ മിക്സ് ചെയ്ത് കൊടുക്കാൻ. ഇങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സിന് ഒരു കോട്ടിങ് കിട്ടും. അത് നമ്മൾ കേക്ക് ബാറ്റർ ഒഴിക്കുമ്പോൾ അത് താഴെ സെറ്റിലായിട്ട് കിടക്കില്ല, എല്ലാം ഈവനായിട്ട് നിൽക്കുകയും ചെയ്യും. അതിനുശേഷം നമ്മുടെ എഗ് ആൻഡ് ബട്ടർ മിക്സിലേക്ക് നമുക്ക് സ്റ്റെയിൻ ചെയ്ത് വെച്ചേക്കുന്ന റമ്മ് ഒഴിക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ബാക്കി ഉള്ള മൈദയുടെ മിക്സ് ഇടുക. സ്പാറ്റിൽ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക. ശേഷം നമ്മുടെ ഷുഗർ സിറപ്പ് ഒഴിക്കുക. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കുക. എപ്പോഴും ശ്രദ്ധിക്കുക, സ്പാറ്റില വെച്ച് ഒരേ ഡയറക്ഷനിൽ മാത്രം ഇളക്കി കൊടുക്കാം. നമ്മൾ ഇൻ ബിറ്റ്വീൻ കാഷ്നട്ടും ആഡ് ചെയ്തിരുന്നു, ഒരു 200 ഗ്രാംസ്. എന്നിട്ട് അതും നന്നായി ബ്ലെൻഡ് ചെയ്ത് ഇളക്കിയതിന് ശേഷമുള്ള പരുവാണത്. അതിനുശേഷം ഒരു ബോൾ എടുക്കുക, നന്നായി അത് ബട്ടർ തേക്കുക, എന്നിട്ട് ബട്ടർ പേപ്പർ ഒട്ടിക്കുക. ഇതിപ്പോൾ 1 കിലോൻ്റെ കേക്കാണ് ഈ പാത്രത്തിൽ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിലേക്ക് കുറേശ്ശെ ബാറ്റർ ഒഴിച്ച് കൊടുക്കുക. ഈ സമയം കൊണ്ട് നമ്മൾ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കുക ഓവൻ 170 ഡിഗ്രിയിൽ. നമുക്കിതിൻ്റെ മുകളിലായിട്ട് കുറച്ച് കാഷ്നട്ട്സ് കൊണ്ട് ഡെക്കറേറ്റ് ചെയ്യാം. എന്നിട്ട് ബേക്ക് ചെയ്യാൻ വെക്കാം. ഒരു 3-4 ദിവസം കഴിഞ്ഞ് കേക്ക് ട്രൈ ചെയ്ത് നോക്കുകയായിരിക്കും നല്ലത്. അപ്പോഴേ അതിൻ്റെ ഒരു റിച്ച്നെസ് ഫീൽ ചെയ്യുള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക. ഹാപ്പി ക്രിസ്മസ്.